നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തെക്കുറിച്ച് അവബോധ ക്ലാസ് നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഉദ്ഘാടനം നിർവഹിച്ചു. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിന് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സഖാവ് PA രാജു അനുസ്മരണ ദിനാചരണം വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ യൂണിറ്റ് സമ്മേളനം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് റോയ് K. പോലോസ് ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS മുഖ്യാതിഥിയായി പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി നിയമ അവബോധ ക്ലാസ് നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രാജൻ K. അരമന, ഇടുക്കി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിലെ സബ് ഇൻസ്പെക്ടർ CR സന്തോഷ് എന്നിവർ ക്ലാസ് നയിച്ചു. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും അവബോധം സൃഷ്ടിക്കുന്നതിനായി നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവ ചേർന്ന് തയ്യാറാക്കിയ ട്രെയിനിംഗ് മോഡ്യൂൾ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതിനാൽ പ്രസ്തുത ട്രെയിനിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് നൽകുകയായിരുന്നു. ചെറുതോണി പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നിയമ അവബോധ ക്ലാസ് നടത്തിയത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബിജു KR, പീരുമേട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിശാൽ ജോൺസൺ, കട്ടപ്പന ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് നിഷാദ് മോൻ VA, മൂന്നാർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ചന്ദ്രകുമാർ S എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടുക്കി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രാജൻ K. അരമന, ഇടുക്കി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിലെ സബ് ഇൻസ്പെക്ടർ CR സന്തോഷ് എന്നിവർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിന് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. സ്കൂൾ വാർഷികാഘോഷത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് TJ ജയകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധുമോൾ MP, ഹെഡ് മിസ്ട്രസ് ശ്രീജ B, PTA പ്രസിഡന്റ് രഘുനാഥ് S, തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. NSS തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് TG ജയകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധുമോൾ MP, ഹെഡ് മിസ്ട്രസ് ശ്രീജ B, PTA പ്രസിഡന്റ് രഘുനാഥ് S, തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രമോദ് ബാബു, മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ, വാർഡ് മെമ്പർ ഗീത കൈമൾ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകാന്ത്, കരയോഗം പ്രസിഡന്റ് ജയരാമൻ, കരയോഗം സെക്രട്ടറി ജയരാജ്, മണക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനോയ് B, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് അനൂപ് S, MPTAയിലെ അമ്പിളി ലെനിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പീരുമേടിന്റെ സമരനായകൻ വിടവാങ്ങിയിട്ട് 9 വർഷങ്ങൾ പിന്നിടുമ്പോഴും തോട്ടം തൊഴിലാളികളുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന സഖാവ് PA രാജു അനുസ്മരണ ദിനാചരണം വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. സഖാവ് PA രാജു അനുസ്മരണ ദിനാചരണം സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു.
പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സാധാരണക്കാരായവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി സമകാല യുഗത്തിന്റെ പോരാളിയായിരുന്ന പി എ രാജു അന്തരിച്ചിട്ട് 9 വർഷങ്ങൾ പിന്നിടുകയാണ്. മൺമറഞ്ഞിട്ടും പീരുമേടിന്റെ വിപ്ലവ സൂര്യൻ ജനമനസ്സുകളിൽ നിന്നും മറയാതെ നിലകൊള്ളുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിലുപരി സാമൂഹിക വിഷയങ്ങളിലെ ഇടപെടലുകളായിരുന്നു പി എ രാജുവിനെ സാധാരണ ജനങ്ങൾ നെഞ്ചിലേറ്റുവാങ്ങുവാൻ കാരണമായത്. ആ കാലത്തിൽ മൺമറഞ്ഞ പി എ രാജു അനുസ്മരണ ദിനാചരണത്തിന് തോട്ടം തൊഴിലാളികളെയും ഓട്ടോ ടാക്സി ചുമട്ടു തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അനുസ്മരണ റാലിയോടെയാണ് തുടക്കമായത്. തുടർന്ന് നടന്ന പി എ രാജു അനുസ്മരണ ദിനാചരണ യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം G. വിജയാനന്ദ് അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് സ്വാഗതം ആശംസിച്ചു. പി എ രാജു അനുസ്മരണ ദിനാചരണം സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പീരുമേടിന്റെ വിപ്ലവ സൂര്യന്റെ ഭൗതിക ശരീരം താൻ കൂടി ഇടപെട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകിയതെന്നും യോഗത്തിൽ മന്ത്രി അനുസ്മരിച്ചു. അവസാന ശ്വാസത്തിൽ പോലും തന്റെ ഭൗതിക ശരീരം പോലും പൊതുസമൂഹത്തിന് പഠനാർഹമായി മാറണമെന്ന് കണ്ട ഉത്തമനായ ഒരു സ്വഭാവം, ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സാമൂഹിക തന്നെ എല്ലാവർക്കും അറിയാം. അനശ്വരനായ സഹാബിന്റെ ഈ സ്മരണ കൊടുക്കുന്ന ദിനത്തിൽ നിശ്ചയമായി അദ്ദേഹത്തോട് താല്പര്യമുള്ളവരും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഏത് ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അടിപതറാതെ തളരാതെ വർദ്ധിത രീതിയിലൂടെ പ്രവർത്തിക്കുന്നത് പ്രതിജ്ഞ ചെയ്യുകയാണ് സഹായം ചെയ്യാവുന്ന ഏറ്റവും വലിയ ഘടകം. അത് നിർവഹിക്കുന്ന രംഗത്ത് ഈ പ്രദേശത്തെ പാർട്ടി സഹാക്കൾ ആ അനുസ്മരണം കൃത്യമായി സംഘടിപ്പിക്കാൻ അതോടൊപ്പം തന്നെ ആ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ രൂപഭാവം നൽകി തങ്ങൾ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അടങ്ങാത്ത ആവേശത്തോടും ഒടുങ്ങാത്ത ഔദ്ദേശത്തോടും പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞയിലൂടെയാണ് ഈ മീറ്റിംഗിൽ നമ്മളുടെ ഘടകം. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. തങ്കദുരൈ, KM. ഉഷ, CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാർ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പി എ രാജു അനുസ്മരണ ദിനാചരണത്തിൽ പ്രസംഗിച്ചു. CPI പീരുമേട് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ CPIM-ൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായ നേതാക്കൾക്ക് അനുസ്മരണ യോഗത്തിൽ സ്വീകരണം നൽകി. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പി എ രാജു അനുസ്മരണ ദിനാചരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തദ്ദേശ സ്ഥാപന ഭരണാധികാരികളും ജീവനക്കാരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ്. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ യൂണിറ്റ് സമ്മേളനവും നഗരസഭയുടെ പുതിയ ഭരണാധികാരികൾക്കുള്ള സ്വീകരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലറും KPCC ജനറൽ സെക്രട്ടറിയുമായ നിഷ സോമൻ മുഖ്യ പ്രഭാഷണം നടത്തി. തദ്ദേശ സ്ഥാപന ഭരണാധികാരികളും ജീവനക്കാരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് അഭിപ്രായപ്പെട്ടു. താഴെത്തലങ്ങളിലുള്ള തൊഴിലാളികളെ ചേർത്ത് നിർത്തുമ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ യഥാർത്ഥ ഗ്രാമസ്വരാജ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് കോൺഗ്രസ് INTUC തൊടുപുഴ മുനിസിപ്പൽ യൂണിറ്റ് സമ്മേളനവും നഗരസഭയുടെ പുതിയ ഭരണാധികാരികൾക്കുള്ള സ്വീകരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ജനതയെയും തൊഴിലാളി വർഗത്തെയും ആകമാനം കണ്ണുനീർ കുടിപ്പിക്കുന്ന പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന കടക്കൂ പുറത്ത് എന്ന മുദ്രാവാക്യവുമായി വരുന്ന 45 ദിവസക്കാലം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഓരോ പാർട്ടി പ്രവർത്തകരും ജനപ്രതിനിധികളും കഠിനാധ്വാനം ചെയ്യണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു ജനവിധി ഉണ്ടാകണമെന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആ വികാരം എത്ര ഭംഗിയായിട്ട് അവർ പ്രകടിപ്പിക്കാൻ കഴിയുമോ അതത്ര ഭംഗിയായിട്ട് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതൊരു പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമുള്ളൊരു ജനവിധിയായി നമുക്ക് കാണാൻ കഴിയത്തില്ല. അവർക്ക് ആദ്യം കിട്ടിയ അവസരം ഇതാണ് എന്നുള്ളതുകൊണ്ട് ആദ്യം കിട്ടിയ അവസരം വിനിയോഗിച്ചു എന്നാണ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇനി അസംബ്ലി വരാൻ പോവുകയാണ്. യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വോട്ട് വരുന്നത് അവിടെയാണെന്ന് നമുക്കറിയാം. മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
1000 വോട്ട് അല്ലെങ്കിൽ 1200 വോട്ട് അല്ലെങ്കിൽ 900 പലതരത്തിലുള്ള വോട്ടിംഗ് പാറ്റേണാണ്. പലയിടത്തുമൊക്കെ 10, 600, 700, 800 വോട്ടുകളാണ് പലയിടത്തും മാക്സിമം ചെയ്യുന്നത്. അത് മുഴുവൻ രാഷ്ട്രീയ വോട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. അതിനകത്ത് എത്രയോ മറ്റ് താല്പര്യങ്ങൾ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അവരുടെ ബന്ധങ്ങൾ, വ്യക്തിപരമായ സ്വാധീനങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലറും KPCC ജനറൽ സെക്രട്ടറിയുമായ നിഷ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വൈസ് ചെയർമാൻ K ദീപക്, UDF പാർലമെന്ററി പാർട്ടി നേതാക്കളായ AM ഹാരിദ്, ജോമോൻ ഉലഹനൻ, TK സുധാകരൻ നായർ, PA ഷാഹുൽ ഹമീദ്, ജോയി മൈലാടി, രാജേഷ് ബാബു, കോൺഗ്രസ് മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് MH സജീവ്, വിഷ്ണു കോട്ടപ്പുറം, സുബൈദ സെയ്ദ് മുഹമ്മദ്, മേഴ്സി സെബാസ്റ്റ്യൻ, രാജു അജേഷ്, TM ബഷീർ, അൻഷാദ്, ലിറ്റി ജോസഫ്, റംസിയ നിയാസ്, ജിഷ റസാദ്, ആനീസ് ജോൺ എന്നിവർ പങ്കെടുത്തു. നൌഷാദ് പുതിയ കുന്നിൽ സ്വാഗതം പറഞ്ഞു. ഷിബുമോൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ പുസ്തക കോർണർ പദ്ധതിക്ക് തുടക്കമായി. KSSPU സംസ്ഥാന സെക്രട്ടറി K മോഹനൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് CB സുബ്രഹ്മണ്യനാചാരി അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി P അർജുനൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക കോർണർ പദ്ധതിക്ക് തുടക്കമായി. കുട്ടികളിൽ വായനാശീലം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്കുകളിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും പുസ്തക കോർണർ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ പുസ്തക കോർണർ ഒരുക്കിയത്. 500ഓളം പുസ്തകങ്ങളാണ് പെൻഷനേഴ്സ് യൂണിയൻ വിദ്യാലയത്തിന് നൽകിയത്. KSSPU സംസ്ഥാന സെക്രട്ടറി K മോഹനൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാലത്ത് വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഗവൺമെന്റ് എയ്ഡഡ് മേഖല വളരെ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിട്ടതിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയെടുക്കാൻ കോടാനുകോടി രൂപ മുതൽ മുടക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് കോടി രൂപ മുതൽ മുടക്കിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയത്. അങ്ങനെ മാറ്റുമ്പോൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചർച്ച പ്രധാനമായി പുസ്തകങ്ങൾ വിൽക്കുന്നില്ല എന്ന പ്രശ്നം, വായിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്നില്ല എന്ന വലിയ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. വായിക്കുന്നില്ല. അപ്പോ വായിക്കുന്നില്ല എന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത്തരം ചില പരിപാടികളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന അഭിപ്രായത്തിൽ നിന്നാണ്. വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് CV സുബ്രഹ്മണ്യൻ ആചാരി അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി P അർജുനൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ്, ഹെഡ് മിസ്ട്രസ് സഫീന A, PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. KSSPU ജില്ലാ കമ്മിറ്റി അംഗം സാജു K ചാക്കോ, അധ്യാപകരായ സബിത PE, റഹ്മത്ത് PM, സ്കൂൾ ലീഡർ അമീൻ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. അടിവാട് മാലിക് ദിനാർ ദാവ സെന്ററിന്റെയും നാജിയ വുമൻസ് കോളേജിന്റെയും 3ാം സന്നദ്ധാന വാർഷിക സമ്മേളനം ജനുവരി 10 നടക്കും. അടിവാട് മാലിക് ദിനാർ ദാവ സെന്റർ ക്യാമ്പസിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഷൈഖുന അബ്ദുൾ ഹമീദ് ഹസ്രത്ത് വെല്ലൂർ, ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി, ഷൈഖുന ഖാലിദ് ഉസ്താദ് പാനിപ്ര, അസയ്യിദ് അഹമ്മദുൽ ബാദവി തങ്ങൾ പുന്നമറ്റം, MB അബ്ദുൾ ഖാദർ ഉസ്താദ് മുഹമ്മദ് തൗഫിഖ് മൗലവി പേഴയ്ക്കാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എറണാകുളം ജില്ലയിലെ പ്രധാന ദീനീ സ്ഥാപനമായ കോതമംഗലം അടിവാട് മാലിക് ദീനാർ ദുവ സെന്ററിന്റെയും നാജിയ വുമൻസ് കോളേജിന്റെയും 3ാം സന്നദ്ധാന വാർഷിക സമ്മേളനം 2026 ജനുവരി 10 വൈകിട്ട് 6:30 മുതൽ നടക്കും. കഴിഞ്ഞ 20 വർഷക്കാലമായി അടിവാട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ കലാലയമാണ് മാലിക് ദീനാർ ദുവ സെന്റർ. ഇതിന്റെ പ്രവർത്തന ഫലമായി സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉത്തമ മാതൃകയായി മാറുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും പഠനം പൂർത്തീകരിക്കുന്ന 4 ആലിമ്യങ്ങൾക്കും 2 ഹാഫിളിങ്ങൾക്കും 10 ഹാഫിളാത്തുകൾക്കും സനത് നൽകുന്ന മഹാസമ്മേളനമാണ് അടിവാട് മാലിക് ദിനാർ ദുവ സെന്റർ ക്യാമ്പിൽ ജനുവരി 10 നടക്കുന്നത്. സമ്മേളനത്തിൽ ഷൈഖുന അബ്ദുൾ ഹമീദ് ഹസ്രത്ത് വെല്ലൂർ, ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി, ഷൈഖുന ഖാലിദ് ഉസ്താദ് പാനിപ്ര, അസയ്യിദ് അഹമ്മദുൽ ബദവി തങ്ങൾ പുന്നമറ്റം, MB അബ്ദുൾ ഖാദർ ഉസ്താദ്,
ഉസ്താദ് മുഹമ്മദ് തൗഫീഖ് മൗലവി പേഴയ്ക്കാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ പ്രിൻസിപ്പൽ ഡോക്ടർ VH മുഹമ്മദ് ഉസ്താദ്, സെക്രട്ടറി CH സിദ്ദിഖ് ഹാജി, PRO സൈനുദ്ദീൻ ബദരി, മാനേജർ അലി ഹാജി മമ്പാട്, VM അബൂബക്കർ മൗലവി എന്നിവർ അറിയിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും ബഹുമാന്യനായ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്യുന്ന പൊതു സമ്മേളനം വൈകിട്ട് 6:30 ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ പ്രശസ്ത വിദ്യാഭ്യാസ കലാലയമായ വെലൂർ ബാക്കിയാത്തുസ് സാലിഹാത്തിൻ്റെ പ്രിൻസിപ്പൽ മഹാനായ ഷെയ്ഖുന അബ്ദുൽ ഹമീദ് ഹസ്രത്ത് അവറുകളാണ് വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തീകരിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് സനദ് ദാനം നിർവഹിക്കുന്നത്. മുഹമ്മദ് തൗഫീഖ് മൗലവി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പ്രഭാഷകരും പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാന്യനായ MP, MLA തുടങ്ങിയുള്ള രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരും ഉൾപ്പെടുന്ന പരിപാടിയാണ് നടക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ മഹത്തായ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും വളരെ അങ്ങേയറ്റം താല്പര്യപൂർവ്വം ഈ പരിപാടിയിൽ സംബന്ധിച്ച്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പടിഞ്ഞാറെ കോടിക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ സമാപിച്ചു. ആറാട്ട് കടവിൽ നിന്നും ആറാട്ട് രഥഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം കൊടിയിറക്കം നടന്നു. തുടർന്ന് ആറാട്ട് സദ്യയും ഉണ്ടായിരുന്നു. ഉത്സവാഘോഷ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് വോളണ്ടിയേഴ്സ് പന്നിമറ്റം അംഗൻവാടിയുടെ മതിലിൽ പെയിന്റ് ചെയ്ത് വരച്ച് ചിത്രങ്ങൾ ശ്രദ്ധേയമായി. NSS വോളണ്ടിയേഴ്സായ അഭിജിത്ത്, ഐസൺ, അബീബ്, അക്ഷയ്, ധനു, ആൽബിൻ, ഷിബ്നാഥ് എന്നിവർ ചേർന്നാണ് മതിലിൽ ചിത്രങ്ങൾ വരച്ചത്. തുടർന്ന് പൊതുജനങ്ങളും ജനപ്രതിനിധികളും ചേർന്ന് കുട്ടികളെ അഭിനന്ദിച്ചു.
നമുക്കറിയാം നമ്മുടെ പൂമാല NSS ക്യാമ്പിനോടനുബന്ധിച്ച് ക്രിസ്മസ് വെക്കേഷൻ നമ്മുടെ പന്നിമറ്റം സ്കൂളിൽ വെച്ച് പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കുട്ടികൾ ക്യാമ്പ് നടത്തുകയും ആ ക്യാമ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വെള്ളിയാമ്പറ്റം ഗ്രാമപഞ്ചായത്ത് 78-ാം നമ്പർ അംഗൻവാടിയുടെ ചുറ്റുമതിൽ പെയിന്റ് അടിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള രീതിയിൽ ആർട്ട് വർക്കുകൾ നടത്തിയത് നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ വെള്ളിയാമ്പറ്റം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ കഴിഞ്ഞ അനവധി കാലങ്ങളോളം നമ്മുടെ NSS കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, ക്ലീനിങ് വർക്കുകൾ, അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലൊക്കെ അവരുടെ പ്രവർത്തനം നമ്മൾ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ ക്രിസ്മസ് വെക്കേഷന് നമ്മുടെ കുട്ടികൾ നമ്മുടെ അംഗൻവാടിയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലും നമ്മുടെ വെള്ളിയാമ്പറ്റം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ NSS കുട്ടികളുടെ സജീവ പ്രവർത്തനം ഉണ്ടാകണമെന്നും അത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താനും അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൂമാല സ്കൂളിലെ NSSന്റെ സപ്തദിന ക്യാമ്പ് വളരെയേറെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലാണ് ഈ തവണ സംഘടിപ്പിക്കപ്പെട്ടത്. വിവിധ പ്രവർത്തനങ്ങൾ അവർ നടപ്പിലാക്കി. അതിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ പന്നിമറ്റത്തെ അംഗൻവാടിയുടെ ചുറ്റുമതിൽ വളരെ ഇതായിട്ട് കിടക്കുകയായിരുന്നു, ഇച്ചിരി മുഷിഞ്ഞ കിടക്കുകയായിരുന്നു. അതെല്ലാം നന്നായി പെയിന്റ് അടിച്ച് അതിൽ ആർട്ട് വർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ 25 സാധാരണ കുടുംബത്തിലുള്ള ആളുകൾക്ക് അവർ കിറ്റ് വിതരണം ചെയ്തു, മെഡിക്കൽ കിറ്റ് വിതരണം ചെയ്തു. കൂടാതെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് 25 വീടുകളിൽ കുട്ടികൾ പച്ചക്കറികൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അതും കൂടാതെ നമ്മുടെ വേരുകൾ തേടി എന്ന് പറഞ്ഞിട്ട് നാടിൻ്റെ ഒരു ചരിത്രം രചിക്കുന്നതിന് വേണ്ടി മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ സന്ദർശിക്കുകയും അവരുടെ ജീവിതാനുഭവവും ചരിത്രമൊക്കെ തേടി നാടിൻ്റെ ഒരു ചരിത്രം തന്നെ രൂപപ്പെടുത്തുന്നതിനും NSSന്റെ ഈ സപ്തദിന ക്യാമ്പ് ഒരുങ്ങി എന്നുള്ളത് വളരെ ആശാവഹമാണ്. ഈ NSSലെ കുട്ടികൾ വരും നാളുകളിൽ നാടിന് മുതൽക്കൂട്ടാകുന്ന വിധത്തിലുള്ള ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. ക്യാമ്പിന് എല്ലാവിധ അഭിവാദനങ്ങളും. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിലെ കുട്ടികൾ NSS ക്യാമ്പിനോടനുബന്ധിച്ച് 78-ാം നമ്പർ അംഗൻവാടിയിൽ വന്ന് ഭിത്തിയെല്ലാം പെയിൻറ് ചെയ്യുകയും മനോഹരമായ ചിത്രപ്പണിയുകയും ചെയ്തു. അതിൽ പൊതുജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരോടും കുട്ടികളോടും NSS ക്യാമ്പിലെ അധ്യാപകരോടും കുട്ടികളോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. പൂമാല സ്കൂളിലെ NSS ക്യാമ്പിലെ കുട്ടികൾ വന്ന് അങ്കണവാടിയും പരിസരം വൃത്തിയാക്കി നന്നായിട്ട് തരുന്നു. നല്ല വർക്കായിരുന്നു. കുട്ടികളുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പൊതുജനങ്ങൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കുട്ടികൾ പെയിൻ്റ് അടിച്ചതിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് പൊതുജനം പങ്കുവച്ചത്. ഇത് ചെയ്തു തന്ന അതിന് ഒരുപാട് നന്ദി. റോഡിൽ നിന്നും കളഞ്ഞുകെട്ടിയ സ്വർണ്ണമാല പോലീസിന്റെ സഹായത്തോടെ ഉടമയെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ച യുവതിയെ ഇടുക്കി ജില്ലാ പോലീസ് അഭിനന്ദിച്ചു. രാജമുടി സ്വദേശിയായ പുന്നയ്ക്കൽ അമൽ തുഷാര ദമ്പതികളുടെ കുട്ടിയുടെ കളഞ്ഞുകെട്ടിയ സ്വർണ്ണമാല മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഉടമയ്ക്ക് കൈമാറുകയായിരുന്നു. വിമലഗിരി പുല്ലുമല പുത്തൻപുരയിൽ വീട്ടിൽ അനുഷയാണ് മാതൃകാപരമായ ഈ പ്രവർത്തനം ചെയ്തത്. സബ് ഇൻസ്പെക്ടർമാരായ KD മണിയൻ, റഷീദ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഹാജറ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഫിൽ ജോൺ, ജെയിൻ, രതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മാല കൈമാറിയത്. അത് വൈദ്യുതി കിട്ടിയിട്ട് സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്ററായി ജോലി ചെയ്യുന്ന അനുഷ താമസിക്കുന്ന ആ സ്വർണ്ണമാല കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് പോലീസുകാരേക്ക് പോലീസിലെത്തിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്, പുതിയ തലമുറയ്ക്കുമൊക്കെ മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ട അനുഷയുടെ. തീർച്ചയായിട്ടും അനുഷയുടെ സത്യസന്ധതയ്ക്ക് പൊതുസമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശത്തിന് മുരിക്കാശ്ശേരി പോലീസിൻ്റെ എല്ലാവിധ സ്നേഹാദരവും അഭിനന്ദനങ്ങളും ഈ അവസരം അർപ്പിക്കുകയാണ്. മാല ഏൽപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ അടുത്തുള്ള സ്റ്റേഷൻ അറിയുകയും കൂടാതെ തന്നെ പോലീസ് സ്റ്റേഷനിലെ മറ്റ് ഗ്രൂപ്പുകളിലും മറ്റേ പൊതു ഗ്രൂപ്പുകളിലൊക്കെ ഇടുകയുണ്ടായി. ബിജു വൈഷ്ണവനെ പോലുള്ള മറ്റ് സാമൂഹ്യ മാധ്യമ ആൾക്കാരോട് പറയുകയുണ്ടായി. അപ്പോൾ അതുപോലെ പെട്ടെന്ന് തന്നെ ആളെ കണ്ടെത്താൻ പറ്റി അവരെ അറിഞ്ഞ് പെട്ടെന്ന് വരികയും ചെയ്തു. ഇത്രയും വിലപിടിച്ച സമയത്ത് ഇത്തരത്തിലുള്ള വലിയ തുകയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ട് തിരിച്ച് തരാൻ സാധിക്കുന്നു. അത് സ്ത്രീകൾക്ക് കിട്ടിയിട്ട് സ്ത്രീകൾ തരുന്ന വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തരാൻ അവർ കാണിച്ച അനുഷയുടെ മനസ്സിനെ ഞങ്ങൾ വളരെയധികം അഭിമാനമുണ്ട്. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു.
ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS മുഖ്യാതിഥിയായി പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിവിൽ പോലീസ് ഓഫീസർമാരായ ജാസ്മിൻ ജോൺ, PB നിതിൻ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ശ്രീജിത്ത് ജോസ്, റീന മാത്യു, PTA കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് 2023-24 ബാച്ച് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ഗ്രൗണ്ടിൽ നടന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS മുഖ്യാതിഥിയായി പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇടുക്കി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രാജൻ കെ അരമന, സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ, ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ EK സോൾജിമോൻ, ഹെഡ് മിസ്ട്രസ് അർച്ചന തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, പഞ്ചായത്ത് മെമ്പർ ജോസഫ് പാലാട്ടിൽ, PTA പ്രസിഡന്റ് ജോളി ആലപ്പുരയ്ക്കൽ, MPTA പ്രസിഡന്റ് സോണിയ ബിനോജ്, സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ്, UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അനിത, SPC PTA പ്രസിഡന്റ് ബിജു കലയത്തിനാൽ തുടങ്ങിയവർ പരേഡിന്റെ ഫ്രണ്ട് സല്യൂട്ടും അഭിവാദ്യവും സ്വീകരിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് സ്കൂൾ ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെ നടന്ന പരേഡിൽ നൂറുകണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. സിവിൽ പോലീസ് ഓഫീസർമാരായ ജാസ്മിൻ ജോൺ, PB നിതിൻ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ശ്രീജിത്ത് ജോസ്, റീന മാത്യു, PTA കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി. ഇടവെട്ടി പഞ്ചായത്ത് 12ാം വാർഡ് അതിർത്തിയിലൂടെ കടന്നുപോകുന്ന MVP കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. വാർഡ് മെമ്പർ ബിന്ദു കിഷോറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് വൃത്തിയാക്കുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തനമാണ് പഞ്ചായത്ത് അംഗം ബിന്ദു കിഷോറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ഇടവെട്ടി പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ ബിന്ദു കിഷോറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന വാർഡ് അതിർത്തിയിലൂടെ കടന്നുപോകുന്ന 1.5 കിലോമീറ്റർ ദൂരത്തോളം MVP കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. കഴിഞ്ഞ 5 വർഷക്കാലമായി കാടും മാലിന്യങ്ങളും നിറഞ്ഞ് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച കനാൽ വൃത്തിയാക്കുന്നതിനായി ജനങ്ങൾ ഏറെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 5 വർഷം മുൻപ് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി എല്ലാ വർഷവും തൊഴിലാളികൾ വൃത്തിയാക്കിയിരുന്നു. എന്നാൽ പദ്ധതിയിലുണ്ടായ ക്രമക്കേട് മൂലം ഇടവെട്ടി പഞ്ചായത്തിൽ 5 വർഷമായി ഈ പ്രവൃത്തി ഏറ്റെടുത്തിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിലാകെ LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിവിധ വാർഡുകളിൽ കനാൽ വൃത്തിയാക്കുവാൻ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ 10ാം തീയതി വരെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തനം പഞ്ചായത്ത് അംഗം ബിന്ദു കിഷോറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പട്ടയം കവലയിൽ പ്രവർത്തിക്കുന്ന ജോഷ് റീസ്റ്റോറേഷൻ പ്ലാൻ സന്ദർശിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡ് പ്രിയ KP, സൗഹൃദ കോർഡിനേറ്റർ സിൻഷാമോൾ MS, PTA പ്രസിഡന്റ് അൻസാരി MM എന്നിവർ നേതൃത്വം നൽകി. പ്ലാന്റ് HR മാനേജർ ടിറ്റോ തോമസ് കുട്ടികൾക്ക് പ്ലാന്റ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പട്ടയം കവലയിൽ പ്രവർത്തിക്കുന്ന ജോഷ് റീസ്റ്റോറേഷൻ പ്ലാന്റ് സന്ദർശിച്ചു. വാഹന നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലവസരങ്ങളുള്ള ജോഷ് പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുവാനും മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡ് പ്രിയ KP, സൗഹൃദ കോർഡിനേറ്റർ സിൻഷാമോൾ MS, PTA പ്രസിഡന്റ് അൻസാരി MM എന്നിവർ നേതൃത്വം നൽകി. പ്ലാന്റ് HR മാനേജർ ടിറ്റോ തോമസ് കുട്ടികൾക്ക് പ്ലാന്റ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഒരു വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട്. കിച്ചൺ, ബെഡ്റൂം, ബാത്റൂം, 35 ലക്ഷം വരെ കസ്റ്റമൈസ് ആണ്. നമ്മുടെ ഇവിടുത്തെ കമ്പനിയാണെങ്കിൽ പ്രത്യേകത കസ്റ്റമൈസ് ആക്കാം. നമ്മളിപ്പോൾ കാർ ഷോറൂമിൽ ഇതിലൊക്കെ പോകുന്ന കഴിഞ്ഞാൽ അവർ കാർ ഫിക്സഡ് വർക്കാം. വേറെ കസ്റ്റമർക്ക് അതിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങളുടെ കമ്പനി ഓഫ് ചെയ്യുന്ന മെയിൻ പ്രയോറിറ്റി ആയിരിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണം, പൈസ എന്തുമാത്രം തരോ, അത് ഏത് രീതി വേണോ, തല കുറച്ച് വേണോ, തല വെച്ച് കിട്ടണോ, എങ്ങനെ വേണം നമ്മളത് ചെയ്തു കൊടുക്കും. കാരണം നമ്മുടെ കമ്പനിയുടെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് മറ്റെല്ലാ കമ്പനികളും കസ്റ്റമൈസ് തന്നെ. കസ്റ്റമർ പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കുറേ ഡിസൈൻസ് ഉണ്ട് ഞങ്ങൾ കാണിക്കും. അല്ലെങ്കിൽ നാളെ കസ്റ്റമർ വന്നു എനിക്ക് ഈ രീതിയിലാണ് പുള്ളി ഒരു ഡിസൈൻ ഞങ്ങൾ അത് ചെയ്തു. സ്പീഡ് ജോബ്സ് അറിയാവുന്നവർ, പക്ഷേ ഇതിനൊരു മാനേജർ എന്ന് പറഞ്ഞാൽ നല്ല തലയുള്ള ഒരാളായിരുന്നു സ്പീഡ് ജോബ്സ് കളിക്കുന്നത്. കസ്റ്റമർ കൊണ്ടിരുന്ന ഡിസൈൻ അവൻ്റെ സ്വപ്നം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കിത് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏത് കാലത്തും നല്ല ഡിമാൻഡാണ് വർക്കിന്. പണ്ട് എല്ലാവരും പറയും നമ്മൾ പഠിക്കണം, ഓഫീസിൽ പോകണം. ഓഫീസിൽ ഇന്നത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഞാൻ വരെ ഓഫീസിൽ ചെയ്യണം. പക്ഷേ സ്കിൽഡ് ജോബുകാരുണ്ടാക്കുന്നിടത്തോളം പൈസ ഓരോ ഓഫീസിൽ ഇരിക്കുന്നവർക്കും. കാരണം ഓഫീസിൽ ഇരിക്കുന്ന ഒരാളൊന്നും ഈസിയാണ്. ഇതിനകത്ത് അടുത്താണ് ഓഫീസിൽ കുട്ടികൾക്ക് പുതിയ ഒരു അനുഭവമായി മാറി. കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം HSSന് ഇങ്ങനെ ഒരു സന്ദർശനത്തിന് സപ്പോർട്ട് നൽകിയ കമ്പനി മാനേജ്മെന്റിന് സ്കൂൾ PTAയ്ക്ക് വേണ്ടി പ്രസിഡന്റ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തെക്കുറിച്ച് അവബോധ ക്ലാസ് നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഉദ്ഘാടനം നിർവഹിച്ചു. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിന് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സഖാവ് PA രാജു അനുസ്മരണ ദിനാചരണം വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ യൂണിറ്റ് സമ്മേളനം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് റോയ് K. പോലോസ് ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS മുഖ്യാതിഥിയായി പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.